തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലേ? അങ്ങനെയെങ്കിൽ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ വരാൻ പോകുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്ന് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ശശി തരൂരാണ് ഇപ്പോഴത്തെ MP-യും. 2009 തരൂര് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നത്. അന്ന് മത്സരിക്കാൻ വരുമ്പോഴേ കോൺഗ്രസ്സുകാർ ഇതെവിടുന്ന് കെട്ടിയിറക്കിയതാണ്, ഇതൊരു വരേണ്യവർഗത്തിൻ്റെ ആളാണ്, ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ തുരത്തി ഓടിക്കാൻ നോക്കി. കാരണം ഈ പരമ്പരാഗത കോൺഗ്രസ്സുകാരുണ്ടല്ലോ, കക്ഷത്തിൽ ഡയറിയും വെച്ച് കിടക്കുന്ന പഴഞ്ചൻ കടൽക്കിഴവന്മാരുണ്ട്, അവർക്ക് സീറ്റ് കിട്ടാതെ പോകുന്നു. അതിനോടൊപ്പം തന്നെ തരൂരിനോടൊപ്പം ഇവർക്ക് ആർക്കും തന്നെ നിൽക്കാനും കഴിയുന്നില്ല. കാരണം തരൂരിൻ്റെ ലെവൽ മറ്റൊരു തരത്തിലാണ്. അങ്ങനെ 2009 വിജയിക്കുന്നു, 2014, പിന്നീട് 2019, 2024 വരുമ്പോഴേക്കും ഈ തരൂർ അല്പം വെള്ളം കുടിച്ചു എന്ന് തന്നെ പറയാം. വെറും ഒരു 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. പാർലമെൻറ്റ് മണ്ഡലത്തിൽ 15,000 എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള BJPയിലെ ഒരു പ്രഗത്ഭനാണ് ഇവിടെ എതിരിട്ടത്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തരൂർ മറ്റൊരു ലോകത്തേക്ക് മാറുകയാണ്. ആകാശം ആരുടെയും സ്വന്തമല്ല എന്ന് തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറക്കാൻ ചിറകുകളും തന്നിട്ടുണ്ട്. പറക്കാവുന്നവരൊക്കെ പറന്നോളുക എന്ന് പറയുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് ഇട്ടുകൊടുത്ത കൊട്ട് തന്നെയാണ്. കാരണം ഇനി താൻ കോൺഗ്രസിൽ നിന്നാൽ താനും ഗുണം പിടിക്കത്തില്ല, കോൺഗ്രസും ഗുണം പിടിക്കത്തില്ല എന്ന് തരൂർ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പണ്ട് സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും, അദ്ദേഹം കോൺഗ്രസിന് ഏറ്റവും കൂടുതലിട്ട് കൊട്ടു കൊടുത്തിട്ടുള്ള ആള് ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹം വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു. സുകുമാർ അഴീക്കോടിനെ പണ്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട്. പലരും പിന്നാലെ ചെന്നിട്ടുണ്ട്. അഴീക്കോട് മാഷ് അവിവാഹിതനും ഏകനായിട്ട് നടക്കുന്നതല്ലേ, കേരളം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്ന ആളാണ്. മാഷിന് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം ഞങ്ങൾ തരുന്നു, മാഷ് ഞങ്ങളുടെ ഇതിൽ മത്സരിക്കണം എന്നൊക്കെ. അപ്പോൾ മാഷ് പറഞ്ഞു, നിങ്ങൾ തരുന്ന സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അഴീക്കോട് മാഷ് എപ്പോഴും പറയും, എനിക്കൊരു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷേ കോൺഗ്രസ് അതിനു മുമ്പേ മരിച്ചുപോയി എന്നിങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തരൂര് എത്ര നന്നാക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. ഒരു 23 അംഗ സംഘം ദേശീയ തലത്തിൽ തന്നെ ഇവർ രൂപം കൊണ്ടു കോൺഗ്രസിനെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഗുണം പിടിക്കുന്നില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാകില്ല എന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ, അത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. പിന്നീട് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടന്നതുപോലെ ഇപ്പൊ VD സതീശൻ ചെയ്ത ഒരു പരിപാടിയാണ് യുവതലമുറയ്ക്ക് ഒരു സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഒരു പക്ഷേ ഒരു രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള കുറച്ച് പേര് കോൺഗ്രസിന്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. അത്തരത്തിലായിരിക്കത്തില്ലേ കേന്ദ്രത്തിലും കുറെ സാർ പറയുന്നത് പോലെ കടൽക്കിഴവന്മാര്, അതായത് കുറച്ച് മൂപ്പിലാൻസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ മാറ്റാവുന്നതല്ല ഉള്ളൂ. അതെ, അതാണ് ഇപ്പൊ കേരളത്തിൽ അത് മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഈ പുതുനിര ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ്. ഷാഫി പറമ്പില്, മാങ്കൂട്ടത്തില്, PC വിഷ്ണുനാഥ്. ഇത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട വിഷയം തന്നെ. അല്ല, ഇത് നമ്മൾ ഇപ്പം പുതുതലമുറയെന്ന് പറഞ്ഞെങ്കിലും പഴയ തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. കാരണം അവരുള്ളത് കൊണ്ട് അവർ ബാക്കിൽ നിന്ന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ ബുദ്ധികളും എല്ലാ തന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ യുവതലമുറ മുന്നിട്ട് ജയിച്ച് കയറും എന്നുള്ളതാണ്. ഇതിനകത്ത് എപ്പോഴും എവിടെയും ഒരു സെക്കൻഡ് നിര വന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്തിനാ ഈ ഉദ്യോഗ തലത്തിൽ ഒരു റിട്ടയർമെന്റ് പ്രായം വെച്ചിരിക്കുന്നത് എന്തിനാ? ഈ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരെയും ജോലി ചെയ്യാൻ കൊള്ളത്തില്ല എന്നൊന്നുമല്ല, അടുത്ത നിര വരണം. അത് കഴിയുമ്പോഴത്തേന് അടുത്ത നിര എപ്പോഴും റെഡിയായിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ആ പ്രക്രിയ പോകേണ്ടത്. രാഷ്ട്രീയത്തിലും അത് വേണം. മല്ലികാർജുൻ ഖാർഗെ പോലുള്ള കടൽക്കിഴവന്മാരെ കൊണ്ടിരുത്തി കഴിഞ്ഞ് ഇനിയും കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മുമ്പോട്ടൊന്നും പോകത്തൊന്നുമില്ല, അവിടെ കിടക്കും. അപ്പൊ എന്തായാലും തരൂരിനെ പോലുള്ള, അപ്പൊ ചോദിക്കും തരൂര് പ്രായമായില്ലേ? തരൂരിനും 68 വയസ്സായി. തരൂര് പക്ഷെ ഊർജ്ജസ്വലനായിട്ട് നിൽക്കുന്നു. തരൂരിന്റെ മേഖല എന്ന് പറയുന്നത് നയതന്ത്ര ഇടങ്ങളിലാണ്. അത് മോദി നൽകും. അങ്ങനെ നൽകിക്കൊണ്ട് തിരുവനന്തപുരം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും.
ഇനി ഇപ്പോൾ ഒരു വർഷം പിന്നിടുന്നതേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, 2024 കഴിഞ്ഞതാണ്. ഇനി അടുത്ത അപ്പം 4 വർഷം കൂടി ബാക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് BJP നോട്ടമിട്ടിരിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ ആദ്യത്തേതാണ്. പക്ഷേ എന്തോ ആദ്യം അക്കൗണ്ട് ലോക്സഭയിലേക്ക് തുറന്നത് തൃശ്ശൂരിൽ നിന്നായിപ്പോയി. അത് സുരേഷ് ഗോപിയുടെ ഒരു പരിവേഷത്തിലൂടെ ലഭിച്ചതുമാണ്. അപ്പോൾ തിരുവനന്തപുരം ഇവിടെ അവർക്ക് എങ്ങനെയെങ്കിലും പിടിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 4 ഇടങ്ങളിൽ BJPക്ക് 1-ാം സ്ഥാനം വന്നിട്ടുണ്ട്. അപ്പോൾ തരൂര് ഇങ്ങനെയുള്ള ഒരു നയതന്ത്ര സ്ഥാനത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസുമായിട്ട് കലഹത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. ഈ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. കോൺഗ്രസ്സുകാർക്ക് അതാണ് ഒരു അങ്കലാപ്പ്, കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കണം. തരൂര് മത്സരിച്ച ഇടമാണ്, തരൂര് MP ആയിട്ടിരുന്ന ഇടമാണ് തിരുവനന്തപുരം. തത്തുല്യനായ ഒരാളെ കിട്ടാൻ കോൺഗ്രസിൽ പ്രയാസമാണ്. ഇവിടെ കോൺഗ്രസിലെ ആരാണ് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്? ചാൾസ്, ശിവകുമാർ, ഇങ്ങനെയൊക്കെ ഉള്ളവര് നിന്ന് ജയിച്ചു പോയിട്ടുള്ള ഇടം മാത്രമാണ്. അങ്ങനെയുള്ളിടത്താണ് ശശി തരൂർ വന്നത്. ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായ കാര്യമാണ്, എല്ലാ വോട്ടർമാർക്കും അറിയാം. പിന്നെ ഒരു ആനച്ചന്തത്തിലെ ഒരു എടുപ്പ് കുതിര ഇങ്ങനെ പോകുന്നത് പോലെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും. പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും. കോൺഗ്രസിൽ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് K മുരളീധരനാണ്, നമ്മുടെ കരുണാകരൻ്റെ മകൻ. ഈ K മുരളീധരൻ പലയിടത്തും കോൺഗ്രസിനൊരു രക്ഷകനായിട്ട് എത്തുന്നുണ്ട്. അദ്ദേഹം പണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന സമയത്ത്. ഈ വട്ടിയൂർക്കാവിൽ ഇദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വലിയ ജനപ്രീതിയാണ് മുരളീധരൻ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് ഇപ്പോഴും വട്ടിയൂർക്കാവിൽ നിന്ന് വിട്ടുപോകാൻ അദ്ദേഹത്തിന് ഒരു മടിയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ വട്ടിയൂർക്കാവിലേക്ക് വരും, ഞാൻ വട്ടിയൂർക്കാവ് എടുക്കും എന്നൊക്കെ പറയുകയുണ്ടായി. വട്ടിയൂർക്കാവിൽ നിന്നാണ് മുരളീധരൻ വടകരയിലേക്ക് വണ്ടി കയറ്റിവിട്ടത്, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്. വടകരയിൽ ചെന്നെന്താ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. 2019 അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വടകരയിൽ നിന്ന് ഇദ്ദേഹത്തെ പിന്നീട് എന്ത് ചെയ്തു? ഇടയ്ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കൊണ്ടുവന്നു. എന്തിന്? BJPയുടെ അക്കൗണ്ട് പൂട്ടിപ്പിക്കണമെന്നും പറഞ്ഞു. BJPയുടെ വേണ്ട തരത്തിലുള്ള പ്രവർത്തനമില്ലായ്മയും കയ്യിലിരിപ്പും കാരണം എന്ത് ചെയ്തു? 2021 2016 നേടിയ ആ മണ്ഡലം 2021 കൊണ്ടുപോയി തുലയ്ക്കുകയും ചെയ്തു. മുരളീധരൻ പിന്നെ എവിടെ എന്ത് ചെയ്തു? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വീണ്ടും ഒരുക്കം തുടങ്ങി വടകരയിൽ. ഉടനെ പിടിച്ചു കൊണ്ടുവന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്നാക്കി. തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്താക്കി. കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരി എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ മുരളീധരനെ തന്നെ കൊണ്ടുവരാനാണ് നോക്കുന്നത് പാർട്ടി. കാരണം തിരുവനന്തപുരത്ത് മുരളീധരന് ഒരു ബെൽറ്റുണ്ട്. അതിന് പറ്റിയ രാജീവ് ചന്ദ്രശേഖരനോട് എതിരിടാൻ പറ്റിയ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി കാണുന്നതും മുരളീധരനെയാണ്. പണ്ട് കരുണാകരനും ഈ മണ്ഡലത്തിൽ, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുമല്ല, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJP വലിയൊരു മുൻതൂക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മുരളീധരന് അത് അതിനെ മറികടക്കാൻ കഴിയുമെന്ന് പാർട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുരളീധരനെ തന്നെ ഇറക്കിക്കൊണ്ട് നേരിടും. പിന്നെ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്കൊന്നും പോകാൻ വഴിയില്ല. കാരണം കഴിഞ്ഞ തവണ CPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമല്ലോ എന്ന് പറഞ്ഞ് പാവം പന്ന്യൻ രവീന്ദ്രനെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖരൻ്റെയും ശശി തരൂരിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങിപ്പോയി ആ പാവം മനുഷ്യന്. അപ്പോൾ എന്തായാലും ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ പോലും അതിശക്തമായിട്ട് LDFൻ്റെ CPIയുടെ സ്ഥാനാർത്ഥിയൊന്നും കിട്ടാൻ പോകുന്നില്ല. BJPയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം തന്നെയായിരിക്കും. BJPയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസിൽ നിന്ന് മുരളീധരനുമായിട്ടുള്ള പോരാട്ടമായിരിക്കും തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.